ഈ കാണുന്ന മുല്ലപ്പൂമാല നമ്മൾ കഴിഞ്ഞ വിഷുവിന് ഉണ്ടാക്കിയെടുത്തതായിരുന്നു. ഒന്ന് നോക്കിക്കേ, ഇപ്പോഴും അത് പുതിയതുപോലെ അല്ലേ ഇരിക്കുന്നത്. പക്ഷെ ഒന്നും പറയണ്ട, ഇത്തവണ ഓണത്തിന് വേണ്ടിട്ട് പുതിയൊരു മുല്ലപ്പൂമാല ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് ആ ഒരു പഴയ മാലയിലേക്ക് തീ കയറി പിടിച്ചിട്ട് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കത്തിപ്പോയിട്ടുണ്ടായി. ഇതിൽ തീ കയറി പിടിക്കുന്ന ഭാഗമൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വഴിയേ കാണാം. പിന്നെ ഇപ്പൊ ഞാൻ ഈ മുല്ലപ്പൂമാല ഉണ്ടാക്കുന്നത് എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മലയാളികൾ എല്ലാവരും കൂടെ ഓണാഘോഷം വെച്ചേക്കുന്നത് സാറ്റർഡേ ആണ്. നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂവൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ ഇതേ ഉള്ളൂ വഴി. പിന്നെ ഓണമൊക്കെ ആയിട്ട് ട്രഡീഷണൽ ആയിട്ടൊക്കെ ഒരുങ്ങുമ്പോഴേക്കും മുല്ലപ്പൂ ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. കഴിഞ്ഞ വിഷുവിനിട്ട വീഡിയോ കണ്ടപ്പോൾ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് നെക്സ്റ്റ് ടൈം ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി തരണമെന്ന്. പിന്നെ ആ കാര്യം മറന്നുപോയിട്ട് ഇപ്പോഴാണല്ലോ പിന്നെ ഇതിനെപ്പറ്റി ഓർമ്മ വന്നത്. കാര്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെയൊക്കെ ഇത് ഉണ്ടാക്കാനായിട്ട് ഇരുന്നത്. പക്ഷെ ഇടക്ക് വെച്ചത് ഇങ്ങനൊരു സംഭവം സംഭവിച്ചുകൊണ്ട് ആകെ മൊത്തം വിഷമായി പോയി. ഞാനത് പെട്ടെന്ന് തന്നെ കണ്ട് സഡനായിട്ട് റിയാക്ട് ചെയ്ത് ഊതിക്കെടുത്തിയോണ്ട് മാത്രമാണ് ഫുള്ളും കത്തി പിടിക്കാഞ്ഞത്. എന്തോ ഭാഗ്യത്തിന് കുറച്ച് മാത്രമേ കത്തിയുള്ളൂ. അതുകൊണ്ട് തലയെ വെച്ച് നോക്കിയിട്ടും വലുതായിട്ട് അറിയുന്നൊന്നും ഉണ്ടായില്ല. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് മറക്കണ്ട കേട്ടോ.